ായ അധ്യക്ഷൻ ശ്രീമദ് സച്ചിദാനന്ദ സ്വാമികൾ, നമുക്കേറെ പ്രിയങ്കരനായ ലോകസഭയിലെ പ്രതിപക്ഷ നേതാവ് കൂടിയായ ശ്രീ രാഹുൽജി, വേദിയിലുള്ള വിശിഷ്ടാതിഥികളെ, പ്രിയപ്പെട്ടവരെ, ഈ പരിപാവനമായ ശിവഗിരി കുന്നുകളിൽ വെച്ചാണ് ആ ചരിത്ര സമാഗമം നടന്നത്. ഇവിടെ വെച്ചാണ് ആത്മീയത രാഷ്ട്രീയത്തെ തൊട്ടത്. ഇവിടെ വച്ചാണ് സാമൂഹ്യ പരിവർത്തനത്തിൻ്റെയും വിപ്ലവ സമരത്തിൻ്റെയും നദികൾ ഒന്നു ചേർന്ന് ഒഴുകിയത്. നമുക്കറിയാം, ആ കൂടിക്കാഴ്ചയിൽ ഇവിടെ സ്വാമികൾ വിശേഷിപ്പിച്ചതുപോലെ ഗുരു പറഞ്ഞു നിർത്തിയത്, ഒരു വൃക്ഷത്തിലെ ഇലകളും ശാഖകളും എല്ലാം വ്യത്യസ്തമായിരിക്കും, പക്ഷെ അതിൻ്റെ ഉൾക്കാമ്പ് മനുഷ്യത്വം ഒന്ന് തന്നെയായിരിക്കും. ഏകത്തെക്കുറിച്ചാണ് ഗുരുദേവൻ പറഞ്ഞു നിർത്തിയത്. വിളക്കിൽ നിന്നും പ്രകാശം പരന്നതുപോലെ മഹാത്മാവിൻ്റെ കണ്ണുകളിൽ ഒരു പ്രഭാതം ഉദിച്ചു. പിന്നീട് നടന്ന എത്രയോ തീക്ഷ്ണമായ സമരങ്ങളിൽ, ഉലയാത്ത നിലപാടുകളിൽ ഗുരു പകർന്നു കൊടുത്ത ആ വെളിച്ചം ഗാന്ധിക്ക് കരുത്തായി, ഈ രാജ്യത്തിന് കരുത്തായി മാറി. നമുക്കറിയാം, ശ്രീനാരായണ ഗുരുദേവനുമായുള്ള ആ ചരിത്ര സമാഗമം കഴിഞ്ഞതിന് ശേഷമാണ് മഹാത്മാവ് രാജ്യത്തോട് പറഞ്ഞത്, നമ്മൾ നടത്തുന്ന സ്വാതന്ത്ര്യ സമരം കേവലം രാഷ്ട്രീയ സ്വാതന്ത്ര്യത്തിന് വേണ്ടി മാത്രം നടത്തുന്ന സമരമല്ല. ഇനി നൂറ്റാണ്ടുകളോളം ജീവിതത്തിൻ്റെ പിന്നാമ്പുറങ്ങളിൽ മാത്രം ജീവിക്കാൻ വിധിക്കപ്പെട്ട ജനങ്ങൾക്ക് സാമൂഹ്യ നീതി കൊടുക്കുന്നതിന് വേണ്ടി കൂടി നടത്തുന്ന സമരമാണ്. ലോകത്തിലെ വിമോചന സമരങ്ങളിലും സ്വാതന്ത്ര്യ സമരങ്ങളിൽ നിന്നും ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തെ വ്യത്യസ്തമാക്കിയത് ആ ആശയം തന്നെയാണ്. ആ ആശയം ഗാന്ധിക്ക് പകർന്നു കൊടുത്തത് ഗുരുദേവൻ തന്നെയാണ്. ഇനിയുള്ള നാളുകളിലും നമ്മളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കുന്ന എല്ലാ ശക്തികൾക്കെതിരായും വർഗീയതയ്ക്കെതിരായുള്ള നമ്മുടെ വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടത്തിൻ്റെ നമ്മുടെ കരുത്തായി മാറേണ്ടത് ശ്രീനാരായണ ഗുരുദേവനും മഹാത്മാഗാന്ധിയും ആയിരിക്കണം എന്ന് മാത്രം വിനയപൂർവ്വം സൂചിപ്പിച്ചുകൊണ്ട്, ഈ 100 വർഷം കഴിഞ്ഞുള്ള ഈ വീണ്ടും ഒരു മഹാസംഗമത്തിൽ സാക്ഷിയാകാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷം പങ്കുവെച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കും.